തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 29 വാക്യം. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. ഉള്ളവരും ഇല്ലാത്തവരും ഏറി വരുന്ന ഒരാഗോള സംസ്കാരത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. ഉള്ളവനിൽ നിന്ന് എടുത്തത് ഇല്ലാത്തവന് കൊടുക്കണമെന്നും ഇല്ലാത്തവന് ഏറെ കൊടുത്തു അവനെ ഉള്ളവനാക്കണമെന്നും പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. കർത്താവിൻ്റെ വാക്കുകൾ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്ന് സംശയിക്കുന്നു. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളും സങ്കല്പങ്ങളും ദർശനങ്ങളും നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികളിൽ നിന്നും വ്യത്യസ്തവും വിഭിന്നവുമാണിത്. ഉപമകളിലൂടെയാണ് ദുരൂഹമായ ദൈവരാജ്യ സത്യങ്ങളിൽ ലളിതമായ രീതിയിൽ യേശുതമ്പുരാൻ പഠിപ്പിച്ചത്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ മാനദണ്ഡം എന്താണ്? ആരാണ് നിശ്ചയിക്കേണ്ടത്? ദൈവോദ്ദേശത്തിന് വിധേയമായി മുന്നോട്ട് പോകുമ്പോൾ ദൈവരാജ്യ അനുഭവം നാം പ്രാപിക്കണം. ഒരു പരിധിവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ദൈവരാജ്യത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുന്നത്. ക്രിസ്തു താലന്തുകളുടെ ഉപമ ആനുകാലിക യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. വിശ്വസിച്ചേൽപ്പിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. ഉപമയിൽ ഏതാനും വ്യക്തികളെ നാം കാണുന്നു. മുഖ്യമായും ഒരു യജമാനനും 3 ദാസന്മാരും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്ന യജമാനൻ സമ്പത്ത് മുഴുവൻ ദാസന്മാരെ ഫലമേൽപ്പിക്കുന്നു. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് അവരോട് പറയുന്നുമില്ല. അവർക്കിഷ്ടം പോലെ എന്തും ചെയ്യാം, യാതൊരു മാർഗരേഖയും നൽകുന്നില്ല. ധനാത്മകമായി ചിന്തിക്കുന്ന ഒരു യജമാനനാണെന്ന് ഉപമയുടെ അവസാനത്തിൽ നാം മനസ്സിലാക്കുന്നു. എന്തു തന്നെയായാലും അവരെ പരമേൽപ്പിക്കുന്ന ഒരു നല്ല വ്യക്തി, ആൻ ഇൻട്രസ്റ്റിംഗ് ഗോഡ്. ഫലമേൽപ്പിക്കുന്നവയിൽ വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം. മറ്റുള്ളവരിൽ വിശ്വാസം ഉണ്ടാകണം. ഇവ ഈ രണ്ടിലും കമ്മിയായിരിക്കുന്നത് ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സഭയിലായാലും സമൂഹത്തിലായാലും പദവിയും അധികാരവും മറ്റുള്ളവരെ ഫലമേൽപ്പിക്കുന്നതിന് മടിയുള്ള നേതാക്കന്മാരെയാണ് നാം കാണുന്നത്. ആരെയും വിശ്വാസം മതിപ്പില്ലാത്തത് ആകാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ദൈവം ഈ മനുഷ്യ സ്വഭാവത്തിന് അതീതനാണ്. ജീവിത ദർശനത്തിലും കർമ്മപദത്തിലും ഫലമേൽപ്പിക്കുന്ന സമൂഹം ഉണ്ടാകണം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രാപ്തിക്കനുസരിച്ച് ലഭിച്ചത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ദൈവികമായ നീതിയാണ്. കർത്താവിൻ്റെ ഇഷ്ടമോ ഔദാര്യമോ പക്ഷാഭേദമോ അനുസരിച്ചല്ല താലന്തുകൾ ഫലമേൽപ്പിക്കുന്നത്. ഓരോരുവരുടെയും പ്രാപ്തി പോലെയാണ്. പ്രാപ്തിക്കനുസരിച്ച് ഫലമേൽപ്പിക്കുന്ന താലന്ത് യുക്തിക്കനുസരിച്ച് വിനിയോഗിക്കണം. 5 താലന്ത് ലഭിച്ചവന് 2 താലന്ത് ലഭിച്ചവന് അവ ഇരട്ടിപ്പിക്കുന്നു. ഒരു താലന്തിൻ്റെ ഉടമ പൂഴ്ത്തി വയ്ക്കുന്നു. താലന്ത് ലഭിച്ചവന് ഉത്തരവാദിത്വമുണ്ട്, കടപ്പാടുകളുണ്ട്. ഉത്തരവാദിത്വത്തോടെ കടപ്പാടുകളോടെ നാം മുൻപോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ ഏൽപ്പിക്കുന്ന എല്ലാ ആത്മീയ അനുഭവങ്ങളെയും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. കർമ്മോത്സുകതയുടെ സന്തോഷവും അലസതയുടെ ആകുലതയും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇരട്ടിപ്പിച്ച താലന്തുകളെ മടക്കി കൊണ്ടുവന്ന് അവരുടെ യജമാനൻ പറഞ്ഞത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ അനുഗ്രഹപ്രദമായി നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നാം കർത്തൃസന്നദ്ധി നിർവഹിപ്പാൻ സാധിക്കണം. ജീവിതം എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിൻ്റെ ആഘോഷമാണ്. ദൈവരാജ്യത്തിലും ഒരു സ്വീകരണവും തിരസ്കരണവും ഉണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ സ്വീകരണത്തിനും തിരസ്കരണത്തിനും ഹേതുവാകാം. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന നന്മകളെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ വിലയിരുത്തുന്നു, വിലമതിക്കുന്നു. ദൈവാനുഗ്രഹം അനുഭവിപ്പാൻ തക്കവണ്ണം ഭൗതിക ജീവിതത്തിൽ ഉത്തരവാദിത്വപൂർവ്വം കടപ്പാടുകൾ നിറവേറ്റി ദൈവത്തിൻ്റെ കാര്യവിചാരകൻ എന്ന പോലെ താലന്തുകളെ കൈകാര്യം ചെയ്യണം. ഉള്ളതെല്ലാം കളഞ്ഞു കുളിക്കുന്നവരായിട്ടല്ല, ഉള്ളതിനേക്കാൾ അധികം
കൈക്കൊള്ളുന്നവരായി തീരുവാൻ കഴിയണം. ദൈവരാജ്യത്തിൽ നിന്ന് തള്ളപ്പെടുന്നവരായി തീരാതെ അതിലിടം കണ്ടെത്തുന്നവരായി നാം തീരണം. ഉത്തരവാദിത്വത്തിന്റെ ആഘോഷപരമായ ആരാധനയായും നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.